ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ദേവു ഗൂഗിൾ. അപ്പോൾ ദേ മമ്മിയും മോനും കൂടെ ഒരുങ്ങി പോകാൻ പോണത് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, കുഞ്ഞിനൊരു ഗിഫ്റ്റ് വാങ്ങണം, അതിന് വേണ്ടിയിട്ടാണ്. ഞാനും എൻ്റെ നാത്തൂനും പിള്ളേരും കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെ പോയാലും ആരെങ്കിലും കൂടെ കൊണ്ടുപോട്ടോ. മെയിൻ എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ചേട്ടത്തി തന്നെയാണ്. എൻ്റെ ചേട്ടൻ്റെ വൈഫാണേ. ചേട്ടൻ്റെ വൈഫ് മീൻസ് എൻ്റെ വല്യമ്മച്ചിയുടെ മോൻ്റെ വൈഫാണ്. ഞാൻ തലേദിവസം തന്നെ നമ്മുടെ വീടിനടുത്ത് അഞ്ചാലമ്പുഴയുള്ള മഹാലക്ഷ്മി എന്ന് പറഞ്ഞ സിൽവറിൻ്റെ ജ്വല്ലറി ഉണ്ട്. അവിടെ വിളിച്ച് ഗോൾഡിൻ്റെ റേറ്റൊക്കെ തിരക്കി. സിൽവറിൻ്റെ ജ്വല്ലറിയിൽ എന്താണ് ഗോൾഡ് എന്നല്ലേ, അവിടെ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി എൻ്റെ സിൽവറിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങാറുള്ള അവിടെ നിന്നാണ്. സോ അതുകൊണ്ടിട്ട് ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ചേച്ചീനോട് പറഞ്ഞ് ചേച്ചി കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിച്ചു തന്നു. ഞാൻ ഒരു 3 വള സെലക്ട് ചെയ്ത് വെച്ചു തലേദിവസം ഫോട്ടോ കണ്ടിട്ട്. അപ്പോൾ ചെന്നപ്പോഴത്തേന് ചേച്ചി ഇതടക്കം മോതിരം കാണിച്ചു തന്നു. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റം. അതേ ആ കുഞ്ഞു വളകൾ കണ്ടോ, അതൊക്കെ 5000 രൂപയുള്ളൂ ഇന്നത്തെ ഗോൾഡ് റേറ്റ് അനുസരിച്ച്. പിന്നെ ഞാൻ ഈ കാണിച്ച 3 എണ്ണത്തിൽ ഒരെണ്ണമായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്, അത് തന്നെ പർച്ചേസ് ചെയ്തു. പിന്നെ 2 മോതിരങ്ങളൂടെ എടുത്തു. ഒന്ന് ചേട്ടത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതും ഒന്ന് എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ളതും. അങ്ങനെ പിന്നെയും ഞാനിങ്ങനെ താളം ചവിട്ടി നിന്നപ്പോഴത്തേനും ചേച്ചി അടുത്ത ഐറ്റം കാണിച്ചു തന്നത് ഈ ഇടിവള കണ്ടപ്പോഴത്തേനും എൻ്റെ ബഡ്ജറ്റായിട്ട് എൻ്റെ കയ്യിലുള്ള ക്യാഷ് ഉണ്ടായിരുന്നു അന്നേരം. സോ ഞാൻ അതുകൊണ്ടിട്ട് കാശി ബേബിക്ക് ഒരെണ്ണം എടുത്തു. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാര്യം ഗോൾഡിൻ്റെ റേറ്റ് എന്താണ്, അതുകൊണ്ടിട്ട് എന്തായാലും ഞാൻ അതും എടുത്തു.